ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ആർമർ വാർസ് എന്ന് വെച്ചാൽ മാർവലിൻ്റെ ആർമർ വാർസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ആർമർ വാർസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമായും ടോണി സ്റ്റാർക്ക് ഉൾപ്പെടുന്ന ഒരു മൂവിയാണ്. ആർമർ വാർസ് നമ്മൾ കോമിക്കിലൊക്കെ കണ്ട് ഇതൊക്കെ ഉണ്ട്, പക്ഷേ റിയൽ സിനിമാറ്റിക്കിൽ അത് വെബ് സീരീസ് ആയിട്ട് ഇറക്കാമെന്ന് വിചാരിച്ച മാർവൽ അതൊരു സിനിമയാക്കി മാറ്റാൻ തന്നെ മാർവൽ അത് തീരുമാനിച്ചു. പക്ഷെ ആ സിനിമയിൽ മെയിനായിട്ട് നേതൃത്വം കൊടുക്കുന്ന ടോണി സ്റ്റാർക്കല്ല, പകരം ജെയിംസ് റോഡ്സ് ആയ ടോണിയുടെ ഫ്രണ്ട് ജെയിംസ് റോഡ്സ് ആയിരിക്കും സിനിമയിൽ നേതൃത്വം കൊടുക്കുന്നത്. അതുമാത്രമല്ല, ഈ സിനിമയെക്കുറിച്ച് വേറൊരു ഡീറ്റെയിൽ അധികം നമുക്കൊരു ഇൻഫർമേഷനോ അതോ കാര്യങ്ങളൊന്നും സെറ്റായിട്ടില്ല. അതുമാത്രമല്ല, ഈ മൂവീസ് ഇറങ്ങാനും ചിലപ്പോൾ സാധ്യതയില്ല. മെയിനായിട്ട് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, കാരണം ടോണി സ്റ്റാർക്കിന് ഇത് തന്നെയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചിലപ്പോൾ ഒന്നെങ്കിൽ ടോണി സ്റ്റാർക്ക് ഒരു എ ആയിട്ട് വരും, ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ വൈസ് മെയിൻ റോളായിട്ട് ജെയിംസ് റോഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അതർവൈസ് അയൺ ഹാർട്ട് ആയിരിക്കും. ഇതിൽ എന്തായാലും ജെയിംസ് റോഡ്സ് കൺഫേം ആണ്. ഇത് അൾട്രോൺ ബേസ് മൂവി ആയിരിക്കും. ഈ മൂവി ബേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബേസ് നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ സ്യൂട്ട് അത് വേറൊരാൾക്ക് തെറ്റായ ആൾക്കാരുടെ കയ്യിൽ എത്തിയാൽ എന്ത് സംഭവിക്കും അതിനെക്കുറിച്ചുള്ള സിനിമയാണ് ആർമർ വാർസ്. പക്ഷെ തെറ്റായ ആൾക്കാരെ ഈ സ്യൂട്ടല്ല പുള്ളിയുടെ ആർമേഴ്സ് പിന്നെ വെപ്പൺസ് ഇതെല്ലാം തെറ്റായ ആൾക്കാരെ കിട്ടിയാൽ എന്ത് സംഭവിക്കും വേണമെങ്കിൽ നമുക്കിതൊരു വാട്ടിഫായിട്ട് വേണമെങ്കിൽ കൂട്ടാം കേസ്. അതാണ് ഈ ആർമർ വാർസ് എന്ന് പറഞ്ഞത്. പ്രധാനമായിട്ടും ഈ ഇതാണ് ആർമർ വാർസ്. കോമിക്കിൽ നമ്മൾ കുറേ കണ്ടാണ് ആർമർ വാർസിനെ കുറിച്ച്, പക്ഷേ കോമിക്കിൽ നമ്മുടെ ടോണി സ്റ്റാർക്കിനെ കുറിച്ച് ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ നമുക്ക് ടോണി സ്റ്റാർക്കിനെ കുറിച്ച് ബേസായിട്ട് കൊടുക്കുന്നില്ല. അതുമാത്രമല്ല, നമ്മുടെ റിയൽ എം സിയിൽ വരും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് വരുമ്പോൾ അത് നേരെ തിരിച്ചാണ്. ജെയിംസ് റോഡ്സ് ആണ് അതിന് നേതൃത്വം നൽകുന്നത്. അതുമാത്രമല്ല, ടോണി സ്റ്റാർക്കിൻ്റെ ഒരു കഥാപാത്രം ഈ മൂവിയിൽ കൊണ്ടുവരാൻ മാർവൽ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അവരത് എത്രമാത്രം പൂർത്തിയാക്കുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് ഇതാണ് നമ്മുടെ ടോണി സ്റ്റാർക്ക്. അല്ലാതെ RDJക്കും മെയിൻ കഥാപാത്രം ഒരു എൻഡ് കൊടുത്തിരിക്കുന്ന എൻ ഗെയിമിൽ കൂടെ. അപ്പോൾ ആർമർ വാർസിനെ കുറിച്ച് നമുക്ക് വേറെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല. അതിനകത്ത് മെയിനായിട്ട് കഥാപാത്രം ജെയിംസ് റോഡ്സ് ആണ്. ഇത് RDJ ആണോന്നൊന്നും ഉറപ്പൊന്നുമില്ല. RDJ അത് വരുവാണെങ്കിൽ തന്നെ 99.9% വരത്തില്ലെന്ന് തന്നെയാണ്. 0.1% വരുമെന്ന് നമുക്ക് ഇപ്പോൾ കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത് ഇഷ്ടമെങ്കിൽ മാക്സിമം ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക. നമ്മൾ ഇതുപോലത്തെ കുറേ വീഡിയോ ഇടുന്നവരെ ബൈ.